പുതിയ ഒരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ പറയുന്ന ചില അപ്രിയ സത്യങ്ങൾ നമ്മുടെ പ്രേക്ഷകർക്ക് ദഹിക്കാൻ ശകലം ബുദ്ധിമുട്ടുള്ളതായിരിക്കും എന്ന് എനിക്കറിയാം. പക്ഷേ ഒരു ബൈബിളിക്കൽ വാക്ക് കടമെടുത്ത് പറയുകയാണെങ്കിൽ, മരുഭൂമിയിൽ നിന്ന് വിളിച്ചു പറയുന്നവന്റെ വചനങ്ങൾ നിങ്ങൾ കേൾക്കാൻ. ഇവിടെ അയോധ്യ പ്രക്ഷോഭം തുടങ്ങിയ സമയം മുതൽ ഇതിന്റെ ഒരു ചാമ്പ്യനായിട്ടുള്ളത് നമ്മുടെ നരേന്ദ്രമോദി എന്ന നമ്മുടെ ഇപ്പോഴത്തെ ഇന്ത്യൻ പ്രധാനമന്ത്രിയാണ്. അതിന്റെ പ്രതിഷ്ഠാകർമ്മം വരെ നിർവഹിച്ചത് ശ്രീ നരേന്ദ്രമോദിയാണ്. അതിലൊക്കെ നമുക്ക് എല്ലാവർക്കും അഭിമാനവും സന്തോഷവുമുള്ള നിമിഷങ്ങളായിരുന്നു. രാജ്യം ആഘോഷിച്ച നിമിഷങ്ങളായിരുന്നു. പക്ഷെ കഴിഞ്ഞ 2 വർഷങ്ങളിൽ എന്ത് സംഭവിച്ചു എന്നുള്ളതിൽ പ്രധാനമന്ത്രി മൗനി ബാബയായി തുടരുകയാണ്. സാധാരണ മുഖ്യധാരാ പത്രങ്ങളെല്ലാം വാർത്തകൾ മുക്കുമ്പോൾ ജന്മഭൂമി പത്രത്തിലും ഇത് സംബന്ധിച്ച വാർത്തകളൊന്നും വരുന്നില്ല എന്ന് മാത്രമല്ല, അത് കണ്ടുപിടിച്ച ഒരു പ്രത്യേകതയുണ്ട്. അവിടെ നിന്നും കാണാതെ പോയ വെള്ളിക്കട്ടികൾ നാണയം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് മിന്റിലോട്ട് മാറ്റിയതാണ്. എന്തായാലും ജന്മഭൂമിക്കാരെയും RSSകാരെയും വിശ്വഹിന്ദു പരിഷത്തിനെ ഒന്നും അറിയാതെ നടന്നുപോയ ആ 200 കിലോ വെള്ളിക്കട്ടികൾ ദുരൂഹമായി തുടരുകയാണ്. ഇന്നലെ RSSന്റെ നേതാവ് ശ്രീ ഹൊസബളെ പറഞ്ഞിരിക്കുന്നത് കുറ്റവാളി ആരായാലും ശിക്ഷിക്കപ്പെടുമെന്നാണ്. അത് ഒരു സാധാരണ സദാസത്യവാക്യമാണ്. കുറ്റവാളികൾ രക്ഷപ്പെടാൻ പാടില്ല, നിയമം നിയമത്തിന്റെ വഴിക്ക്. ഇതൊക്കെ പറയുന്നത് ആരെ രക്ഷിക്കാനാണ് എന്നുള്ള കാര്യത്തിൽ നമുക്ക് എല്ലാവർക്കും ആശങ്ക. ഇന്ത്യയിലെ കോടിക്കണക്കിന് വരുന്ന രാമഭക്തർ ഈ കാര്യത്തിൽ അവരുടെ ആശങ്ക ആരോട് പറയാനാണ്? ഞാനൊരു പഴയ കവിതാശകലം മാത്രം പറഞ്ഞ് നിർത്താം. സെമന്തകം മണി മോഷ്ടിക്കപ്പെട്ടപ്പോൾ ആ മണി വീണ്ടെടുക്കാൻ വേണ്ടി ഭഗവാൻ കൃഷ്ണൻ പ്രസേനനെ കൊല്ലുകയുണ്ടായി. അപ്പോൾ ആ കവിതാശകലം ഇങ്ങനെയാണ്: പ്രസേനനെ കൊന്നവൻ ആരുവാൻ പോൽ, പ്രസേനനെ കൊന്നത് ഈശ്വരൻ താനെന്നാണ്. അപ്പോൾ ശബരിമലയിൽ നടന്ന കള്ളക്കടത്തുകളിൽ നിന്ന് നമ്മൾ അയോധ്യ ഭൂമിയിലേക്ക് പോകുമ്പോൾ അവിടെ സെമന്തകം കട്ടവരെ കൊല്ലാൻ വേണ്ടിയിട്ട് ഒരു ഭഗവാൻ കൃഷ്ണൻ വരും എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. എന്തായാലും നമ്മൾ പരാതി പറയേണ്ടത് രാജ്യം ഭരിക്കുന്ന RSSനോടും BJPയോടും നരേന്ദ്രമോദിജിയോടും. അവരുടെ ഭാഗത്തു നിന്നും വേണ്ട നടപടി ഉണ്ടാകുമെന്ന് നമുക്ക് പ്രതീക്ഷയുണ്ട്. ഇന്ന് RJDയുടെ ഒരു MP സുപ്രീം കോടതിയെ സമീപിച്ചിരിക്കുകയാണ്. ഇക്കാര്യത്തിലെ ഒരു ക്ലിയർ ഓഡിറ്റിങ്ങും CBI അന്വേഷണവും ആവശ്യപ്പെട്ടു. എന്തായാലും ആ ഹർജിയുടെ വിധി എന്തായെന്ന് ഈ വീഡിയോ ചെയ്യുന്നത് വരെ പുറത്തു വന്നിട്ടില്ല. പ്രോ RSS അല്ലെങ്കിൽ ഹിന്ദു മീഡിയ ഇക്കാര്യത്തില് സംയമനം പാലിക്കുന്നു എന്നുള്ളത് ശരിയാണ്. ആ സംയമനം നിശബ്ദതയായി മാറരുത് എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. നന്ദി, നമസ്കാരം.